സ്ത്രീകളും കുട്ടികളും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് വിളർച്ച. നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അല്ലെങ്കിൽ അയണിന്റെ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്കാണ് വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നത്. പ്രായമായ ആളുകളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ വൃക്ക രോഗങ്ങൾ, തൈറോയിഡിന്റെ രോഗങ്ങൾ, അർബുദം, അതുപോലെ തന്നെ അടുപ്പിച്ചുണ്ടാകുന്ന അണുബാധകളൊക്കെ വിളർച്ചയ്ക്ക് കാരണമായേക്കാം. അതുപോലെ സ്ഥിരമായിട്ട് ധാരാളം മരുന്നുകൾ കഴിക്കുന്നവരിലാണെങ്കിൽ ഈ മരുന്നുകളുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് അയണിന്റെ ആഗീകരണം കുറയ്ക്കുകയും അതിന്റെ ഫലമായിട്ട് വിളർച്ച ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ചായ, കാപ്പിയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫിനോളിക് സംയുക്തങ്ങൾ, അതുപോലെ തന്നെ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ, പാലിൽ അടങ്ങിയിരുന്ന കാൽസ്യം, ഇവയൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഉള്ള ഇരുമ്പിന്റെ ആഗീകരണത്തെ മന്ദീഭവിക്കുകയും അതിന്റെ തലഫലമായിട്ട് വിളർച്ച ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. വിളർച്ച തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന സ്ഥിരമായിട്ട് കഴിക്കാവുന്ന ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് ശർക്കര. ദിവസവും ഒരു ചെറിയ അളവിൽ ശർക്കര കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുന്നത് വളരെ ആരോഗ്യകരമായ കാര്യമാണ്. അടുത്തതായിട്ട് ഇലക്കറികൾ. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ചീരയില, മുരിങ്ങയില, അതുപോലെ തന്നെ പയറിന്റെ ഇല, ഇവയ്ക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അയണിന്റെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് വൻപയർ, അതുപോലെ തന്നെ ബീൻസ്, അതുപോലെ നിലക്കടല ഒക്കെ കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ശരീരത്തിലുള്ള അയണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതായത് പച്ചക്കറികൾ പ്രത്യേകിച്ച് ബീട്രൂട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന വഴി അയണിന്റെ അളവ് കൂടുകയും അതോടൊപ്പം തന്നെ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ പൊട്ടാസ്യം ഇവ ശരീരത്തിന് കൂടുതൽ ഗുണകരമാണ്. അതുപോലെ ക്യാരറ്റ്. ദിവസവും ഒരു കപ്പ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്ന വഴി ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ ആരോഗ്യവും ചുറുചുറുക്കും നൽകുകയും ചെയ്യുന്നു. അത് പഴങ്ങളെ പ്രത്യേകിച്ച് ഈന്തപ്പഴം, ഏത്തപ്പഴമൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും ഈന്തപ്പഴം കഴിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ രക്തത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, പ്രത്യേകിച്ച് സിട്രസ് ഫ്രൂട്ട്സുകളായ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, മാതള നാരങ്ങയൊക്കെ ധാരാളം കഴിക്കണം. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സുകൾ കഴിക്കുന്ന വഴി ഈ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഇരുമ്പിന്റെ ആഗീകരണത്തിന് കൂടുതൽ സഹായിക്കും. അതുപോലെ ദിവസവും ഉണക്കമുന്തിരി കഴിക്കുന്നത്, ദിവസവും കുതിർത്ത ഉണക്കമുന്തിരി, പ്രത്യേകിച്ച് ഒരു 7-8 ഉണക്കമുന്തിരി തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം രാവിലെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ അളവിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അടുത്തതായിട്ട് ഇറച്ചികൾ പ്രത്യേകിച്ച് റെഡ് മീറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഹീമോഗ്ലോബിന്റെ അതിന്റെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓർഗൻസ്, പ്രത്യേകിച്ച് കരൾ കഴിക്കുന്നത് രക്തത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ മോര്, തൈരൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകൾ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയണിന്റെ ആഗീകരണത്തിനും അതുപോലെ തന്നെ അയണിന്റെ മെറ്റാബോളിസത്തിനും സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മോരും തൈരൊക്കെ കഴിക്കുന്ന വഴി ഈ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന മറ്റു ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ മോര് അല്ലെങ്കിൽ തൈര്, യോഗട്ടൊക്കെ കഴിക്കുന്നത് ഈ ഹീമോഗ്ലോബിന്റെ അല്ലെങ്കിൽ അയണിന്റെ ഒക്കെ ഉത്പാദനത്തിന് നല്ലതാണ്.